അനുഗ്രഹപൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. തൻ്റെ ഉപദേശം കേട്ട് തൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവം ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഈ പുതിയ ദിവസം ദൈവാനുഗ്രഹം പ്രാപിക്കേണ്ട ഒരു ദിവസമായി നമുക്ക് കണക്കാക്കി ദൈവകൃപ യാചിക്കാം. തനിമയിലേക്ക് എന്ന കൂട്ടായ്മ ഏവരെയും ദൈവനാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. 75-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം വായിക്കട്ടെ. ദൈവം ന്യായാധിപതിയാകുന്നു. അവൻ ഒരുത്തിനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യുന്നു. ദൈവം വിധികർത്താവായിട്ടാണ് നാം എപ്പോഴും കാണുന്നത്. എല്ലാവരോടും ന്യായമായ രീതിയിൽ ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഉചിതമായ രീതിയിൽ ന്യായം വിധിക്കുന്നവരാണ്. എന്നാൽ ദൈവം തൻ്റെ ദീർഘക്ഷമയിൽ ഉടനടി പലപ്പോഴും തൻ്റെ വിധി നടപ്പിലാക്കുന്നില്ല. 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ദൈവത്തിൻ്റെ സമയം ആകുമ്പോഴാണ് ദൈവം ഓരോരുത്തരെയും വിധി കൽപ്പിക്കുന്നത്. അതുകൊണ്ട് നാം തെറ്റുകൾ ചെയ്യുമ്പോൾ ഉടനടി നമുക്ക് ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ നാം ചെയ്യുന്നതിൽ ദൈവം പ്രസാദിക്കുന്നുവെന്ന് വരുന്നില്ലല്ലോ. തെറ്റിനെ ദീർഘക്ഷമയോടും സഹിഷ്ണുതയോടും ക്ഷമിച്ച് വീണ്ടും ദൈവം നമുക്ക് അവസരം നൽകി വീണ്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുമോ എന്ന് കാത്തിരിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് മനുഷ്യർക്കാർക്കും ഉയരുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ജഡീയമായ എല്ലാ ആസക്തികളും എല്ലാ ബലഹീനതകളും എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്നു. എത്ര ശ്രേഷ്ഠനാണെങ്കിലും മനുഷ്യൻ ഉള്ളിൻ്റെ ഉള്ളിൽ ബലഹീനനാണ്. നാം എത്ര ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമാണെന്നുള്ളത് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് ജീവിതത്തിന് ഒരു നല്ല പെരുമാറ്റച്ചട്ടം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് നൽകുകയാണ്. ആസാഫ് തൻ്റെ ഉപദേശങ്ങളെ കൂടെ ദൈവം നൽകുന്ന ആലോചനകളെ കൂടെ മനുഷ്യകുലത്തിന് നൽകുന്ന ഈ ഉപദേശം എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ നിരൂപണങ്ങളും ഒക്കെയും ദൈവത്തിൻ്റെ മുൻപാകെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടുന്നു. അവയ്ക്കൊക്കെയും ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് വാക്കുകളും നിരൂപണങ്ങളും ഒക്കെയും വിശുദ്ധമായിരിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പാപക്ഷമയ്ക്കായി അടുത്ത് ചെല്ലാം. ഒരിക്കലും ദൈവത്തിൻ്റെ ആ വിശുദ്ധിക്കൊത്തവണ്ണം നിരൂപിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ജഡപ്രകൃതി നമ്മെ മുറുകെ പറ്റുന്ന പാപമാണ്. പക്ഷേ അതുകൊണ്ട് മുറുകെ പറ്റുന്ന ഈ പാപം നിമിത്തം ദൈവം നമ്മളെ തള്ളിക്കളയുന്നില്ല. വീണ്ടും അവസരങ്ങൾ തന്ന് ഉപദേശങ്ങൾ തന്ന് ദൈവം നമ്മെ വഴി നടത്തുന്നു. അവിടെയാണ് നമുക്ക് പ്രത്യാശിക്കുവാനുള്ളത്. വീണ്ടും അവസരങ്ങൾ തരുന്നു. വീണ്ടും ദൈവം നമ്മൾ ക്ഷമിക്കുന്നു. ദീർഘക്ഷമയുള്ള നമ്മുടെ ദൈവത്തിൻ്റെ ദീർഘക്ഷമയിൽ നിന്നും നാം ക്ഷമ എന്താണെന്നുള്ളത് പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് തരുന്ന പെരുമാറ്റച്ചട്ടം ഈ സങ്കീർത്തനത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ വാക്കുകൾ
നമ്മുടെ നിരൂപണങ്ങൾ. ഇവയെ നാം നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? ഭൂമിയും അതിലെ സകല നിവാസികളും ഉരുകിപ്പോകുമ്പോൾ ഞാൻ അതിൻ്റെ തൂണുകളെ ഉറപ്പിക്കുന്നു. 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് പറയുകയാണ്. ഉരുകിപ്പോകുന്ന സ്വഭാവമുള്ള പ്രവണതയുള്ള പ്രപഞ്ചമാണ് നമ്മുടേത്, നാം ജീവിക്കുന്ന പ്രപഞ്ചം. അതുപോലെ നാം ഓരോരുത്തരും ഉരുകിപ്പോകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ തനതായ രൂപവും ഭാവവും ഒക്കെയും ഉരുകിപ്പോകുന്നു. സൂര്യപ്രകാശത്തിൽ, സൂര്യൻ്റെ ചൂടിൽ മഞ്ഞ് ഉരുകിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കട്ടിയായിരിക്കുന്ന മഞ്ഞ് സൂര്യപ്രകാശത്തിൽ ഉരുകി ജലമായിത്തീരുന്നു. അതിൻ്റെ രൂപവും ഭാവവും നിറവും എല്ലാം മാറ്റപ്പെടുന്നു. ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിലല്ലായിരിക്കും നാളെ നാം ഓരോരുത്തരും കാണപ്പെടുക. നാം ആയിരിക്കേണ്ട അവസ്ഥയിൽ ചേരുന്നത് വരെ ദൈവത്തിൻ്റെ ഈ പ്രക്രിയ, ന്യായവിധിയുടെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. നമ്മെ ഓരോരോ പടിപടിയായി നീതിയുടെയും അനുഗ്രഹത്തിൻ്റെയും പാതയിലേക്ക് നയിക്കുന്ന ദൈവ പരിപാലനയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നന്മയ്ക്കാണ് എന്നുള്ളത് നമുക്ക് ഓർക്കാം. ഈ പ്രപഞ്ചത്തിൽ ദൈവം മുൻപാകെ നാം നമ്മെ തന്നെ എത്രമാത്രം വിനയപ്പെടുത്തണം. മീഖ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു സത്യം. മീഖ 6:8 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. എന്തൊക്കെയാണ് നല്ലത്? ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? 3 കാര്യങ്ങൾ. 1, ന്യായം പ്രവർത്തിക്കുക. 2-ാമത്തെ കാര്യം, ദയാ തൽപരനായിരിക്കുക. ദൈവം നമ്മോട് ചോദിക്കുന്ന, ആവശ്യപ്പെടുന്ന ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെ പ്രവൃത്തി ന്യായം പ്രവർത്തിക്കണം. മനോഭാവം ദയയുള്ളവരായിരിക്കണം. ആരോടും കഠിനഹൃദയരാകരുത്. 3-ാമത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കണം. മനുഷ്യൻ നോക്കുമ്പോൾ പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയതുപോലെ അവരുടെ കുറ്റങ്ങളുടെ ഒരു വലിയ പട്ടിക മനുഷ്യനെ നിരത്തി വയ്ക്കുവാൻ സാധിക്കും. തന്നെത്താൻ നീതീകരിക്കുക. ആരുടെ മുൻപാകെയാണ്? ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുൻപാകെയാണ്. ദൈവത്തിൻ്റെ മുൻപാകെ ആർക്കാണ് നീതീകരിക്കുവാൻ സാധിക്കുന്നത്? അതുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപാകെ നീ താഴ്മയോടെ നടക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നാം ദൈവം മുൻപാകെയാണ് ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ചരിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് നമ്മുടെ നിരൂപണങ്ങളും വാക്കുകളും ഒക്കെയും ദൈവാത്മാവിനാൽ പ്രേരിതമായിരിക്കുന്നത് നാം അനുഗ്രഹിക്കപ്പെടുവാൻ
സഹായകമാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. 75-ാം സങ്കീർത്തനത്തിൽ നമ്മുടെ വാക്കുകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. 4-ാം വാക്യത്തിൽ 75-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുകയാണ്, ഡംഭം കാട്ടരുതെന്ന് ഡംഭികളോട്, കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടന്മാരോട് ഞാൻ പറയുന്നു. ഡംഭം കാട്ടരുത്, നീ ആരാണ്ട് വലിയവനാണ് എന്ന് സ്വയം ചിന്തിക്കുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള ജീവിതമല്ല. നമുക്ക് വിലക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്വഭാവ വിശേഷമാണ് ഡംഭം കാട്ടുക. ദൈവം അനുവദിക്കുന്നില്ല. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ മുൻപാകെ താഴ്മയോടെ നടക്കണം. അവിടെ മറ്റൊരുത്തനെ വിധിക്കുകയോ മറ്റൊരുത്തരുമായി സഹകരിക്കാതിരിക്കുകയോ ചെയ്യുവാനല്ല, ഭൂമിയുടെ അറ്റം വരെ സാക്ഷികളാകുവാൻ ആണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ആരിൽ നിന്നും അകന്ന് ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുടെയും അടുക്കൽ പോയി, ലോകം മാറ്റി നിർത്തുന്നവരുടെ അടുക്കൽ പോയി തൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ. ലോകം കല്ലെറിയുവാൻ പിടിച്ചുകൊണ്ടുവന്ന വേശ്യാസ്ത്രീയെ മകളെ എന്ന് വിളിച്ച് നീ സമാധാനത്തോടെ പോ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ, ആ വേദനിക്കുന്നവരെ ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ആ പ്രക്രിയ, അതാണ് ദൈവം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്, കാണിച്ചു തന്നത്. നീ ഒരു ഡംഭിയാകരുതേ മകളെ, നിൻ്റെ ആത്മീയ ജീവിതത്തിൽ നീ ഡംഭിയാകരുത്. ഡംഭികളോട് പറയുകയാണ്, നീ ഡംഭം കാട്ടരുത്. ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഡംഭ സ്വഭാവം ഉള്ളവരാണ്. ഞാൻ ഏതാണ്ട് നല്ലവനാണ്, ഏതാണ്ട് വലിയവനാണ് എന്നുള്ള ആ ഒരു തോന്നൽ. പലപ്പോഴും ഈ ഡംഭം കാട്ടുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ആരാണ് ഈ ഡംഭം കാട്ടുന്നത്. മത്സര പരീക്ഷകളിൽ ചേരാതെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നവരാണ്. നാം വലിയ സമർത്ഥരാണ്, നാം എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം, കഴിവുള്ളവരാണ് എന്ന് ചിന്തിക്കുന്ന ഓരോരുത്തരും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ തഴയപ്പെടുമ്പോൾ മാത്രമേ അയ്യോ എനിക്ക് കഴിവില്ലല്ലോ, ഞാൻ ആരുമല്ലല്ലോ എന്ന് അംഗീകരിക്കുകയുള്ളൂ. നാം മറ്റുള്ളവരാൽ തഴയപ്പെടുമ്പോൾ, മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടുമ്പോൾ നാം നമ്മെ തന്നെ മനസ്സിലാക്കുകയാണ്. മത്സര രംഗമുള്ള ഒരു ലോകത്തിൽ ഞാൻ ജീവിക്കുവാൻ പ്രാപ്തനല്ല. താഴ്മയുടെ നെല്ലിപ്പലക കാണിച്ചു തന്ന കർത്താവ് പറയുകയാണ്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു തരികയാണ്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും താഴ്മയുടെയും മാർഗം കാണിച്ചു തന്ന കർത്താവ്, ആ ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് ഉപദേശം തരുന്നത്. ഡംഭം ഒരു ദൈവ പൈതലിന് യോജിച്ച സ്വഭാവമല്ല. ഡംഭം ഒരു ദൈവിക പ്രവർത്തനത്തിൻ്റെ സാഹചര്യത്തിൽ യോജിച്ച സ്വഭാവമല്ല. ആരെയും വിധിക്കുവാൻ ഉള്ള അവകാശം ദൈവം നമുക്ക് തന്നിട്ടില്ല. ആരെയും മാറ്റി നിർത്തുവാൻ ഉള്ള അവകാശം ദൈവം നമുക്ക് തന്നിട്ടില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല.
അതാണ് ദൈവം നമുക്ക് കാണിച്ചു തരുന്ന തത്വം. തൻ്റെ അടുക്കൽ വരുന്നവനെ തള്ളിക്കളയാതെ അവനിലുള്ള വിഭവശേഷികളെ വളർത്തി അവനെ വലുതാക്കുകയാണ് നമ്മുടെ ദൈവം ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ ഉപദേശം നമ്മൾക്ക് ഇവിടെ കാണുകയാണ്. 5-ാം വാക്യത്തിൽ, നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കരുത്. നിങ്ങളുടെ സംസാരം എപ്പോഴും ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. സൗമ്യതയോടെയുള്ള സംസാരമായിരിക്കണം. ശാഠ്യത്തോടെ സംസാരിക്കുവാൻ ഒരു ദൈവവചനം അനുവദിക്കുന്നില്ല. താഴ്മയോടെ, വിനയത്തോടെ, എന്നെ ദൈവം സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നു, എന്നോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോടും ക്ഷമിക്കുന്നു. ആ ഒരു സത്യമാണ് നാം മനസ്സിലാക്കുന്നത്. കടക്കാരനായിരിക്കുന്ന ഒരുവനെ അവൻ്റെ കടമൊക്കെയും ഇളച്ചു കൊടുത്ത ശേഷം അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വഴിയിൽ വച്ച് കൂട്ടുസഹോദരനെ കണ്ട് അവനെ പീഡിപ്പിക്കുന്ന ദാസനെ വിളിച്ച് അവൻ അവസാനത്തെ ചില്ലിക്കാശ് പോലും കൊടുത്തു തരുവോളം ദണ്ഡനത്തിന് ഏൽപ്പിക്കുന്ന ദൈവനീതിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം, ഓർക്കാം. നാം നമ്മുടെ സഹജീവികളോട് ധാർഷ്ട്യത്തോടെ സംസാരിക്കുമ്പോൾ, അവരോട് ഡംഭം കാട്ടുമ്പോൾ നമുക്കോർക്കാം, എൻ്റെ ദൈവം എന്നോട് എൻ്റെ അനവധിയായുള്ള പാപങ്ങൾ ഇളച്ചു തന്ന് ഇന്നും ജീവനുള്ളവരുടെ ദേശത്ത് ജീവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരു അവസരം എനിക്ക് തന്നിട്ടല്ലേ ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. ഇവിടെ എനിക്ക് ചെയ്യുവാനുള്ള കടമ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക. കർത്താവേ, എന്നെ താഴ്മയും വിനയവുമുള്ളവനാക്കണമെന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും നമ്മളെ ഓർപ്പിക്കുകയാണ്, ജീവിതത്തിൽ ഉയരണമോ? ഉയരുവാൻ ആഗ്രഹിക്കാത്തവരാരുമില്ലല്ലോ. ഉയരണമോ? എവിടെയാണ് ഉയർച്ച ലഭിക്കുന്നത്? കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നുമല്ല, തെക്ക് നിന്നും അല്ല ഉയർച്ച വരുന്നത്. ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുവാൻ നെട്ടോട്ടമോടുന്ന ഒരു തലമുറയുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. എവിടെയാണ് ഉയരേണ്ടത്? എത്രത്തോളമാണ് നാം വളരേണ്ടത്? ക്രിസ്തു എന്ന തലയോളം വളരണം. നാം തമ്മിൽ അവയവങ്ങളാണ്. ക്രിസ്തു എന്ന ആ തലയോട് ചേരുവാനുള്ള ശരീര അവയവങ്ങളാണ്. ക്രിസ്തു എന്ന തലയോട് ചേർന്നെങ്കിൽ മാത്രമേ നമ്മെ ആ തല നിയന്ത്രിക്കുകയുള്ളൂ. തലച്ചോറ് ശരീര അവയവങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെ നമ്മളെ നിയന്ത്രിക്കുന്നത് ക്രിസ്തു എന്ന തലയാണ്. അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി. ദൈവ സ്വരൂപത്തിലിരിക്കുന്ന ക്രിസ്തുവാണ് നമ്മുടെ തലയായവൻ. അവൻ ദാസവേഷം എടുത്തിട്ടാണ് മനുഷ്യകുലത്തെ രക്ഷിച്ചത്. ആ ഒരു പ്രവൃത്തിയാണ് നാം ചെയ്യുവാനുള്ളത്. ജീവിതത്തിൽ ഉയർച്ച വരുന്നത് എവിടെയാണ്? കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അല്ല, ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത്. നീ ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് ജീവിക്കുന്ന ശാഖയാകുമ്പോൾ ക്രിസ്തു ആഗ്രഹിക്കുന്ന, പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ നിനക്ക് സാധിക്കും. അവിടെ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും. അല്ലാത്ത പക്ഷം നാം
നമ്മുടെ സ്വയപരിശ്രമത്താൽ ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നാം കാഴ്ചവെക്കാതെ സ്വന്തം പരിശ്രമത്താൽ ഉയരുവാൻ ശ്രമിച്ചാൽ ആ ശ്രമം നിലനിൽക്കുന്നില്ല, താൽക്കാലികം മാത്രമാണ്. ഒരു തലമുറ ഉയർന്നാൽ അടുത്ത തലമുറ അർത്ഥപ്പതിക്കുന്നത് കാണാം. തലമുറകളോട് കണക്ക് ചോദിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമുക്ക് ഓർക്കാം. 10-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, ദുഷ്ടന്മാരുടെ കൊമ്പുകൾ ഒക്കെയും ഞാൻ മുറിച്ചു കളയും. മറ്റാരുമല്ല മുറിച്ചു കളയുന്നത്, ദൈവമാണ്. ദുഷ്ടതയെ വളർത്തുകയാണെങ്കിൽ, ഒരു ജീവിതത്തിൽ ദുഷ്ടതയെ വളർത്തുകയാണെങ്കിൽ ആ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മുറിച്ചു കളയുന്നൊരു ദൈവം. അവർക്ക് ഐശ്വര്യം ഉണ്ടാകുന്നില്ല, അവർക്ക് സമാധാനമുണ്ടാകുന്നില്ല. എന്നാൽ നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ദൈവഭയത്തിൽ തന്നെത്താൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ ഉയർത്തുവാൻ ദൈവം ഇന്നും സന്നദ്ധനാണ്. നമ്മുടെ വാക്കുകൾ പലപ്പോഴും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കാം നാം പറയുന്നത്. നമ്മുടെ ചിന്തയിൽ അത് നല്ല ഉദ്ദേശമായിരിക്കാം. എന്നാൽ പലപ്പോഴും നാം എന്താണ് പറയുന്നത് നാം മനസ്സിലാക്കാതെ ആയിരിക്കാം നാം അവയെ ഉച്ചരിക്കുന്നത്. മറുരൂപം മലയിൽ പത്രോസ് അപ്പോസ്തലൻ ഒരു വാക്കവിടെ പറയുന്നുണ്ട്. താൻ പറയുന്നത് ഇന്നതെന്നറിയാതെ പറഞ്ഞ ഒരു പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? മോശയും ഏലിയാവും കർത്താവിനെ മറുരൂപം മലയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പത്രോസ് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. അപ്രമേയനായ കർത്താവിനെ മനുഷ്യബുദ്ധിയുടെ പരിമിതിയിൽ കുടിയിരുത്തുവാൻ ശ്രമിക്കുന്ന വാക്കുകൾ. ദൈവം അപ്രമേയന, അതിലില്ലാത്തവന്. പറയുന്ന വാക്കുകൾ നിർദോഷമായിട്ടായിരിക്കും പറയുന്നത്. പക്ഷേ ആ വാക്കുകളുടെ ആഴം എത്രമാത്രമാണ്? ദൈവത്തിന് പരിമിതി കൽപ്പിക്കുക. നീയും മോശയും ഏലിയാവും ഇവിടെ കുടിയിരുന്നു, ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം. അതാണ് പത്രോസിൻ്റെ ചിന്തയിൽ അപ്പോഴും ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അതിനെ കർത്താവ് കേട്ടതായിട്ട് പോലും പറയുന്നില്ല, ശ്ലാഘിക്കുന്നില്ല, അത് കേട്ട മട്ടായില്ല. പലപ്പോഴും നമ്മുടെ വാക്കുകൾ ദൈവം കേട്ടില്ലെന്ന് വരും, കേട്ട ഭാവം കഴിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചെവി തുറന്ന് ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഡംഭം ഉപേക്ഷിച്ച് നമ്മുടെ കൊമ്പുകളെ താഴ്ത്തി, ദൈവം തന്നിരിക്കുന്ന കൊമ്പുകളെ താഴ്ത്തി വിനയത്തോടെ താഴ്മയോടെ അടുത്തു ചെല്ലാം. കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തെ നീ എടുത്തുപയോഗിക്കണമേ. എൻ്റെ ഭവനത്തിൽ, എൻ്റെ അയൽക്കാരുടെ ഇടയിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ പ്രവർത്തന മേഖലകളിൽ എന്നെ എടുത്തുപയോഗിക്കണമേ. ഫലപ്രദമായ ജീവിതം നയിക്കുവാൻ ഇന്ന് പരിശുദ്ധാത്മാവിനാൽ എന്നെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.